അലകടൽ തീരം വാഴും ദേവാ, ആഴിമലാധിപനാകും നാഥ, കരുണാമയ സരസീരുഗവദന, അരുളുക ഞങ്ങൾക്കാശീർവാദം, അരുളുക ഞങ്ങൾക്കാശീർവാദം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആഴിമല ശിവക്ഷേത്രത്തെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും. അവിടെ ഉത്സവം തുടങ്ങി. 79ാമത് വാർഷിക മഹോത്സവവും തിരുവാറാട്ടുമാണ്. ജനുവരി 24 മുതൽ ഫെബ്രുവരി 2 വരെയാണ് നടത്തുന്നത്. അപ്പോൾ ഫെബ്രുവരി 2 എന്ന് പറയുമ്പോൾ ഞായറാഴ്ച അന്ന് ആറാട്ടാണ്. ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച പൊങ്കാലയാണ്. ആ പൊങ്കാലയിൽ മാക്സിമം എല്ലാ ആൾക്കാരും ഇത് കേട്ടും കണ്ടും തോന്നിയും ഒക്കെ പോയി പ്രാർത്ഥിക്കുക, മഹാദേവൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക. ഞാനും പൊങ്കാലയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് പ്രാവശ്യം പറ്റില്ല. എൻ്റെ വീടിനോട് ചേർന്നുള്ള കല്ലമ്പള്ളി ദുർഗാദേവി ക്ഷേത്രത്തിൽ വെച്ച് ആ ശനിയാഴ്ചയായിരുന്നു വൈകിട്ട് 6:30-ക്ക് എൻ്റെയും ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെയും ഭക്തിഗാന സുധ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പൊങ്കാലയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവില്ലേ. ശ്രുതിഗീത മ്യൂസിക്കാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. അപ്പോൾ ഇത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, തിരുവനന്തപുരത്ത് പുളിങ്കുടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി അവിടുത്തെ കരുണാമയനായ ശിവഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് അതിൻ്റേതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിക്കൊള്ളുക. ശിവചൈതന്യം വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. തീർത്ഥാടകർക്കും അല്ലാതെ നമുക്കുമൊക്കെ ഒരുപാട് ആത്മീയ പകർന്നു തരുന്ന ക്ഷേത്രമാണ് കേട്ടോ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തൊട്ടടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ആഴക്കടലിന് അഭിമുഖമായിട്ടാണ്. ആ കടലിനോട് ചേർന്നൊരു കുന്നിന് പോലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആഴിമല ശിവക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. പുളിങ്കുടി ദേവസ്വം ട്രസ്റ്റിൻ്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. ശ്രീനാരായണ ഗുരു മുമ്പ് അവിടെ വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. കടലിൻ്റെയും പാറക്കൂട്ടങ്ങളുടെയൊക്കെ ആ അഴകാർന്ന ആ പശ്ചാത്തലത്തിൽ ഗംഗാധരേശ്വര രൂപത്തിലുള്ള പരമശിവൻ്റെ 88 അടിയുള്ള ശില്പമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഗംഗാധരേശ്വരൻ്റെ ഏറ്റവും വലിയ പ്രതിമയാണ്. കേരളത്തിലെ പ്രതിമകളിൽ വെച്ച് ഏറ്റവും വലുതാണ്. അനുപമമായ ഒരു കാഴ്ച ഭംഗി ഉളവാക്കുന്നതാണ് ആ ശില്പം നോക്കി നിൽക്കുമ്പോൾ അല്ലേ. നമുക്ക് നമ്മുടെ കണ്ണുകളിൽ അത്ഭുതം തോന്നും ഈ ആ ശില്പത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ. ആ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ആദ്യം തോന്നും ഗൗരവത്തിലാണോ ഇരിക്കുന്നത്, പിന്നെ നോക്കും അതെന്താ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു ഭാവത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ജട അഴിച്ച് ഗംഗാദേവിയെ മോചിപ്പിക്കാൻ പോകുന്ന ഒരു പരമശിവൻ്റെ ആ ശില്പമാണ് അവിടെ വച്ചിരിക്കുന്നത്. കടലിനോട് അഭിമുഖമായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും വന്നാലും അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഫുൾ കോൺക്രീറ്റിലാണ് അത് ചെയ്തേക്കുന്നത് കേട്ടോ. ആ മുഖത്ത് നോക്കി ആരിലും ഭക്തിയും അത്ഭുതവും ജനിപ്പിക്കുന്ന ഈ ശിവരൂപത്തിൻ്റെ താഴെയായിട്ടുണ്ടല്ലോ 3 നിലകളിലായിട്ട് 3500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരു ധ്യാന മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്. ഗംഗാധരേശ്വര ശില്പത്തിൻ്റെ അടുത്ത് തന്നെയാണ് അതിൻ്റെ ഇറങ്ങിപ്പോകേണ്ട വാതിൽ. 26 വാതിൽ പടി കടന്ന് വേണം നമ്മൾ താഴെ പോകുമ്പോൾ. അവിടെ ശിവമഹിമകൾ ഉയർത്തി കാണിക്കുന്ന ഒത്തിരി ശില്പങ്ങളും മന്ത്രങ്ങളും ഒക്കെ തന്നെ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ആഴിമല സ്വദേശി PS ദേവദത്തൻ എന്ന ഒരു യുവ ശില്പിയാണ് 6 വർഷം കൊണ്ട് ഈ ഭഗവാനെ കൊത്തി ഇത്രയും നമുക്ക് യോജിച്ചതാക്കി മാറ്റിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൽ ഈ ആഴിമല കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് ശരിക്കും വിദേശികളെല്ലാം അവിടെ വന്ന് പോകുന്നത്. ഒത്തിരി വിദേശികൾ, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം വരുന്നത്. അപ്പോൾ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഞാൻ പ്രദോഷ ദിവസമാണ് പോയത്. അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അന്ന് ഉത്സവത്തിൻ്റേതായിട്ടുള്ള ഡാൻസും പാട്ടും ഒക്കെ സ്റ്റേജുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നല്ല തന്മയത്വത്തോടുകൂടിയുള്ള ആസ്വാദനത്തോടു കൂടി ഈ വിദേശീയരെല്ലാം വീഡിയോയിൽ പകർത്തുന്നത് നമുക്ക് കാണേണ്ട ഒരു പ്രത്യേക കൗതുക കാഴ്ചയാണ് കേട്ടോ അത്. അപ്പോൾ ആ നാടിൻ്റെ യശസ് ഉയർത്താൻ വേണ്ടിയും ഭക്തി ഉയർത്താൻ വേണ്ടിയും നമുക്ക് കൗതുകം ഉയർത്താൻ വേണ്ടിയിട്ടൊക്കെ കൂടെ ആയിട്ടാണ് ഭഗവാന്റെ ആ ശില്പം അങ്ങനെ തലയെടുത്ത് അവിടെ ആഴിമല നിൽപ്പുണ്ട്. അപ്പോൾ ഈ പോവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടും പോയവർ ഇനിയും ഒക്കെ അവിടെ ക്ഷേത്രത്തിൽ പോവുക കേട്ടോ. എല്ലാവരും പോയി മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾ വാങ്ങിക്കുക. അതിനുള്ള ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗംഗാധര ശങ്കര കരുണാകര മമ ഭവസാഗര താരക. ഗംഗാധര ശങ്കര കരുണാകര
മാമവ ഭവസാഗര താരക ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ നിർഗുണ പരബ്രഹ്മ സ്വരൂപ ഗമ ഗമ ഭൂത പ്രപഞ്ചരഹിത നിർഗുണ പരബ്രഹ്മ സ്വരൂപ ഗമ ഗമ ഭൂത പ്രപഞ്ചരഹിത നിജഗുഹ നിഹിത നിതാന്തനന്ദ നിജഗുഹ നിഹിത നിതാന്തനന്ദ ആനന്ദ അതിശയ അക്ഷയലിംഗ ആനന്ദ അതിശയ അക്ഷയലിംഗ ഭൂ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ധിമിത ധിമിത ധിമി ധിമി കിട കിട തോം തോം തരി കിട കിട തരി കിട തോം ധിമിത ധിമിത ധിമി ധിമി കിട കിട തോം തോം തരി കിട കിട തരി കിട തോം മദംഗ മുനിവര വന്ദിത ഈശാ മദംഗ മുനിവര വന്ദിത ഈശ സർവദിഗംബര വേഷ്ടിത വേഷ നിത്യനിരഞ്ജന നിത്യനടേശ ഈശ സർവേശ സർവേശ ഭൂ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തു തരിക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട്, നന്ദിയുണ്ട്, കടപ്പാടുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നതിന്. അപ്പോൾ എല്ലാവർക്കും ഒരു ബായ്.